അടുത്ത ആളുകൾക്ക് എം ടി അങ്ങനെയാണ്, എല്ലാവരെയും അടുപ്പിക്കില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്ന ഒരു പച്ചയായ മനുഷ്യനായതുകൊണ്ട് നാട്യങ്ങളില്ലാത്ത മനുഷ്യൻ എന്നുള്ളതാണ്. ആ നാട്യങ്ങളില്ലാത്ത മനുഷ്യർ കുറവാണ്. കുറച്ചുകൂടി പ്രാക്ടിക്കലായി ജീവിക്കാൻ ഒരു കള്ളച്ചിരി വെച്ച് അല്ലെങ്കിൽ കള്ളപ്രതികരണം നടത്തി എല്ലാവരും പ്ലീസ് ചെയ്ത് നടക്കുന്ന ആളുകളാണല്ലോ പുതിയ സാഹിത്യത്തിൽ അത് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ ഒരു വ്യത്യസ്തനായിരുന്നു അദ്ദേഹം എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ മരണവുമായി സന്ധി പറഞ്ഞ ഇടവേള മാത്രമാണല്ലോ ജീവിതം, അപ്പോൾ ഇടവേള പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കോഴിക്കോട് മാത്രമായി നോക്കുകയാണെങ്കിൽ കോഴിക്കോട്ടെ ഒരു എഴുത്തുകാരുടെ ഒരു കൂട്ടുണ്ടായിരുന്നു. അതിലേറ്റവും ഇളയ ആളായിരുന്നു എം ടി. അവിടെ ബഷീറാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കഥകൾക്ക് ചിത്രം വരച്ചിട്ടുള്ള നമ്പൂതിരിയുണ്ട്. അതുകൂടാതെ അദ്ദേഹം ബഹുമാനത്തോടെ ഓർത്തിരുന്ന പൊറ്റക്കാടുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു കൂട്ടും ഇവർക്കൊപ്പമുള്ള പടങ്ങളൊക്കെ നമുക്ക് പുനലൂർ രാജൻ്റെ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്.